മനസ്സെപ്പോഴും ഫ്രീ ആയിട്ടിരിക്കും എല്ലാവരുടെയും. ഇല്ല പിന്നെ ഈ പത്ത് പത്തിന് 2 മാസം ആവുന്നു എന്ന് പറയുന്നു. ഐശ്വര്യമുത്തേന്ന് വിളിക്കുന്നുണ്ട്. അമ്മ എന്താ സ്പെഷ്യലെന്ന് ചോദിക്കുന്നു. ഞാനിന്ന് രാത്രി കഴിച്ചില്ലെന്നു. എത്ര കാലം ജീവിക്കുമെന്ന് ഉറപ്പില്ലാത്ത ലോകത്ത് വെറുപ്പ് സമ്പാദിച്ച് കാര്യമില്ല. സ്നേഹബന്ധം മരിച്ചാലും നിലനിൽക്കും മറ്റുള്ളവരുടെ മനസ്സിലതെ. വൃന്ദ പാഠം 1 തൊട്ട് പഠിക്കൂ, നന്നായി എന്ന് പറയുന്നു. വൃന്ദ അനിൽകുമാർ എവിടെയും ചോദിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും എന്നും വിദ്യാർത്ഥികളാണ് സിറാജെ, എന്നും വിദ്യാർത്ഥികളാണ്. നമ്മളെല്ലാവരും പൂർണ്ണരല്ല. ഓരോ ദിവസവും കിട്ടുന്നത് ഓരോ പാഠമാണ് നമ്മുടെ ലൈഫിൽ. നമ്മുടെ പാഠങ്ങൾ തീരത്തില്ല ഒരിക്കലും. 1-ാം ക്ലാസ് മുതലല്ല പഠിച്ച് പുറന്നോട്ട് വേണ്ട, നമ്മൾ മുമ്പോട്ട് പഠിച്ചാൽ മതി. ഓരോ നിമിഷവും കിട്ടുന്നത് ഓരോ പാഠങ്ങളായിട്ട് നമ്മൾ ഉൾക്കൊള്ളുക. ഞാൻ പറഞ്ഞത് വൃന്ദയോട് അമ്മയെന്ന് പറയുന്നു. പേര് ഷോർട്ടാക്കിയോ എന്ന് ചോദിക്കുന്നു. അതെ അതെ, പിന്നെ എൻ്റെ നെയിമിൽ ഫേക്ക് ഇറക്കി, അതാ നെയിം മാറ്റിയെന്ന് പറയുന്നു. ഹായ് ചെമ്പരത്തി, ലൈവിലേക്ക് സ്വാഗതം. എനിക്ക് ആരോടും ദേഷ്യമില്ലെന്ന് ഞാൻ പറയുന്ന കാര്യം ഓപ്പണായിട്ട് പറയാം, അത്രയേ ഉള്ളൂ. ഇസ്മാൻ ബ്രോ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും നല്ല ശരിയാണെന്ന് പറയുന്നു. ചെമ്പരത്തി മുത്തേന്ന് വിളിക്കുന്നുണ്ട്. ഗിരിജമ്മ സുഖമല്ലേന്ന് ചോദിക്കുന്നു. അതേ, സുഖമായിട്ടിരിക്കുന്നു. ഫുഡൊക്കെ കഴിച്ചോ ചെമ്പരത്തി? ചെമ്പരത്തി ഹാപ്പി അല്ലേ? BA ചേട്ടാന്ന് വിളിക്കുന്നു. അതെ, മരണം വരെ വിദ്യാർത്ഥിയാണ് ഭൂമിയിൽ ഒരാളും എല്ലാം തികഞ്ഞതല്ല. അത്രയേ ഉള്ളൂ ഉസ്മാനെ, അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഹായ് വെഞ്ചേട്ടാന്ന് പറയുന്ന വൃന്ദ ചേച്ചി, എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു, ഇപ്പോൾ കാണാറില്ല ഗിരിജ ടീച്ചറെ എന്ന് പറയും. ആണോ? കുഞ്ഞുണ്ടായിട്ടായിരിക്കും കേട്ടോ. പിന്നെ പകലൊക്കെ ജോലിയാണ് കേട്ടോ. വരും, എന്തെങ്കിലും അസൗകര്യം ഉള്ളപ്പോഴേ ഉള്ളൂ വൃന്ദ വരാത്തത്. ചാനൽ പോലും ഇല്ല, എന്നാലും എല്ലായിടവും നടന്ന് എല്ലാവർക്കും സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം കുഞ്ഞില്ലേ, കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കും, അതിനെ ഉറക്കിയിട്ടൊക്കെയാണ് വരുന്നത്. എൻ്റെ പകലത്തെ ലൈവ് ചിലപ്പോഴേ വരത്തുള്ളൂ. രാത്രി പിന്നെ കുഞ്ഞ് ഉറങ്ങിക്കഴിഞ്ഞാൽ അവരും കൊണ്ടുപോകും. ഹായ് അന്നാസ്, ലൈവിലേക്ക് സ്വാഗതം. ഗിരിജാസ് ആൻറ്റി ഹായ് പറയുന്നുണ്ട്. അന്നാസെ ഫുഡൊക്കെ കഴിച്ചോ? സുഖമാണോ? ലൈക്ക് 20, താങ്ക് യു. ഞങ്ങൾ നല്ല ഫ്രണ്ടാണ്. അതെ അതെ. ഹായ് ചെമ്പരത്തി എന്ന് പറയുന്നത് ഹാപ്പിയാണ്. ഗിരിജമ്മ ഹാപ്പിയാണോ എന്ന് ചോദിക്കുന്നു. അതെ, ഞാൻ ഹാപ്പിയാണ് ചെമ്പരത്തി. എനിക്ക് വരുന്ന ദുഃഖം ഞാൻ ഒരു വശത്തോട്ടങ്ങ് മാറ്റിക്കളയും. ദുഃഖം ഇല്ലയെന്ന് ഞാൻ പറയത്തില്ല, ദുഃഖങ്ങളുണ്ടാവും. ദുഃഖത്തിന് ഞാൻ വലിയ പ്രാധാന്യം കൊടുക്കത്തില്ല. ഇപ്പം തന്നെ ഇപ്പം ലൈവിൽ തന്നെ ഒരു വിഷയം ഉണ്ടായാൽ നമ്മുടെ മനസ്സിനെ അത് ചെറുതായിട്ട് വേദനിപ്പിക്കും. പക്ഷേ അത് ഞാൻ അന്നേരം മാറ്റും. അങ്ങനെയാണ്. സന്തോഷമേ ഞാൻ നിലനിർത്തത്തുള്ളൂ. എൻ്റെ ഞാനിപ്പോൾ എവിടെയും വരാൻ ടൈമില്ല, ഭാവയെ നോക്കണം, ടൈമുള്ളൂ ഇപ്പോൾ എന്ന് പറയുന്നു. ഡിസ്കോ എന്ന് പറയുന്നുണ്ട്. ഹായ് ആർക്കെ, ലൈവിലേക്ക് സ്വാഗതം. ആർക്കെ, ഹൗ ആർ യു? സുഖമായിട്ടിരിക്കുന്നോ? അതെ അതെ എന്ന് പറയുന്നുണ്ട്. അന്ന ബി എ ഹായ് പറയുന്നുണ്ട്. എനിക്കറിയാം എന്താ ചേച്ചി, ബാംഗ്ലൂരാണോ എന്ന് ചോദിക്കുന്നു. അല്ല, കൊല്ലത്ത് വന്നു, കുഞ്ഞുമൊക്കെ കൊല്ലത്ത് വന്നത്. വൃന്ദമ്മ എന്ന് പറയുന്നുണ്ട്. ഇന്ന് രാവിലെ എൻ്റെ ചേച്ചിയുടെ ലൈവിലും വന്നില്ല ബെന്നേന്ന് പറയുന്നുണ്ട്. ഐശ്വര്യ എന്ന് പറയുന്നുണ്ട്. അന്നമ്മോ എന്ന് വിളിക്കുന്നുണ്ട്. വൃന്ദ ഓക്കെ ഗുഡ് നൈറ്റ് പറയുന്നു. സിറാജ്, അത് നല്ല കാര്യമാണ് സിറാജെ, അത് ഏറ്റവും അപ്രീഷിയേറ്റബിളാണ്. ഐശ്വര്യ കഴിച്ചോ എന്ന് ചോദിക്കുന്നു. ആർക്ക് ലൈക്ക് തന്നു, താങ്ക് യു ആർക്ക്. BA എന്ന് വിളിക്കുന്നുണ്ട്. ചെമ്പരത്തി സിറാജുദ്ദീൻ ഓക്കെ എന്ന് പറയുന്നുണ്ട്. സിറാജുദ്ദീൻ എന്ന് പറയുന്നുണ്ട്. ഇല്ല അവർ എല്ലാവരും ഇപ്പോൾ ഇവിടെയാണ്, കൊല്ലത്താണെന്ന് പറയുന്നത്. ഞാൻ വിദ്യാഭ്യാസം കുറവാണ്, അനുഭവം കൊണ്ട് പഠിച്ച അറിവാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. അതെ അതെ.